വേൾഡ് ഇൻ ദ 20th century. 20ാം നൂറ്റാണ്ടിലെ ലോകം. The Europeans who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. അപ്പം ആഫ്രിക്കയിലെ കേസ് നമുക്കറിയാം. ആഫ്രിക്കയിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലേ? അതായത് നമ്മുടെ അയണോറിന്റെ ഡെപ്പോസിറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഗോൾഡ്, അതേപോലെ തന്നെ ഡയമണ്ട്, അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ എവിടെയുണ്ട്? നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ 20ാം നൂറ്റാണ്ടിന്റെ സമയത്ത് യൂറോപ്യൻസ് ആഫ്രിക്കയിലെത്തി. എന്തിനായിരുന്നത്? റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ വിഭവങ്ങൾ ചൂഷണം ചെയ്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് അവിടെ ചെന്നത്. അങ്ങനെ ആഫ്രിക്ക വിഭജിക്കുകയുണ്ടായി 20ാം നൂറ്റാണ്ടിൽ. ഓൺ ദ ബേസിസ് ഓഫ് സം എഗ്രിമെന്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസ് they divided the African nations amongst themselves by just drawing straight lines on the map. അപ്പോൾ എന്താണ്? ചില എഗ്രിമെന്റിന്റെ പേരിൽ, ചില എഗ്രിമെന്റിന്റെ ഒക്കെ കാരണങ്ങളിൽ, അതിന്റെ ആ ഒരു പിൻബലത്തിൽ യൂറോപ്യൻ കൺട്രീസ് എന്തെടുത്തു? ആഫ്രിക്കൻ നേഷൻസിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഒരു മാപ്പ് കാണാം. ആ മാപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു കേർവ്ഡ് മാപ്പ് ആയിരിക്കും അല്ലേ, വളരെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പ് ആയിരിക്കും. പക്ഷേ ആഫ്രിക്കയിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പല രാജ്യങ്ങളും എന്താണ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളും എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് തുടർന്ന് പഠിക്കും. അപ്പോൾ അത് ചില എഗ്രിമെന്റിന്റെ ബേസിസിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പം യൂറോപ്യൻസ് എന്തിനു വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്? റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ആഫ്രിക്കൻ കോണ്ടിനെന്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ് പിടിച്ചെടുത്ത് എന്നാണ് പറയുന്നത്? അത് അവർ വിഭജിച്ചു അല്ലെ, പാർട്ടീഷൻ ചെയ്തു. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അത് എന്താണ്? ഒരു ചൂഷണം തന്നെയാണ് നടന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വൈ ഡിഡ് ദ യൂറോപ്യൻ നേഷൻസ് പാർട്ടീഷൻ ആഫ്രിക്ക? എന്തിനാണ് ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് വിഭജിച്ചത്? യൂറോപ്യൻ നേഷൻസ്. ദിസ് ഇസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദ യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു മാർഗമായിരുന്നു ഇത്. സിമിലർ പ്രോസസ് occurred in other parts of the world. നമ്മുടെ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഒരു മെത്തേഡ് അവിടെയും നടന്നിരുന്നു എന്ന് നമുക്ക് പറയാം.